ചേച്ചി ഒരു നെഗറ്റീവ് റോളിൽ വന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് പെട്ടെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ പുതിയ പരീക്ഷണങ്ങളും നെഗറ്റീവ് റോളും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആസ് എൻ ആക്ടർ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഞാൻ ഭയങ്കര ഇങ്ങനെ ഇരിക്കാനൊക്കെ ഞാൻ ഒന്നും മിണ്ടാറില്ല യൂഷ്വലി ഇങ്ങനെയൊക്കെ ഇരിക്കും. പേടിയാണ്. ചേച്ചി എനിക്ക് തോന്നുന്നു തമിഴിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്ന പടം സമരം ബദലഹ്യമായി ഷൂട്ട് ചെയ്തിരുന്നു, ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് ആരാ ഡയറക്ട്? സിബി സാർ തന്നെ. ശരി, തമിഴിലാണ് ആലോചിച്ചത്? തമിഴിലാണ് ഇത് ആലോചിച്ചത് ഒറിജിനലി. പിന്നെ പാട്ട് ഷൂട്ട് ചെയ്തു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. സിനിമ ഓണായി പോയി, പിന്നെ വേറെ വഴിയില്ല. ഓഫ് ചെയ്യാൻ പറ്റില്ല. എല്ലാരും എത്തുകയും ചെയ്തു അല്ലേ? സിനിമ ചെയ്യണ്ട ആ മൂഡ്. അപ്പൊ കൂടെ നിൽക്കുന്ന നമ്മൾ അങ്ങനെ പറയരുത്, സിനിമ ചെയ്യണം അങ്ങനെ പറയണം. പക്ഷേ ഓൺലി തിങ് എന്നെ ബോദർ ചെയ്തതെന്ന് വെച്ചാൽ ഈ പോസ്റ്റർ റിലീസായ സമയത്ത് ആ ഫീമെയിൽ ക്യാരക്ടറിനെ മാത്രമേ അവർ നോക്കിയുള്ളൂ. വന്നിരുന്നോ എനിക്ക് തോന്നുന്നു കൂടുതൽ എനിക്ക് ഏരിയ ആ ഹഗ്ഗിൽ പോലും ആ ഇന്റിമേറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു കപ്പിളും ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് എ വെരി നോർമൽ തിങ്. അത് മാത്രമേ ആൾക്കാർ കാണാണ്ടിരുന്നു, ബാക്കിയെല്ലാം അല്ലേ? ഗായത്രി ഡ്രസ് ഇട്ടുണ്ടോന്നൊക്കെ അങ്ങനെയൊക്കെ. പൊതുവിലൊരു സ്വകാര്യത ആളുകൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് ഈ മീഡിയ ഇങ്ങനെ വളരുന്നതിനനുസരിച്ച്. അപ്പൊ ഞാൻ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ക്യാമറയും കൊണ്ട് പോവില്ല. പക്ഷെ വിടുതല 2 വരാൻ പോവുകയാണ്, അതിൽ ചേച്ചി ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇപ്പൊ അസുരന് ശേഷം വെറ്റുമാരൻ സാറിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ ഉള്ളൊരു ചാൻസ് കിട്ടി. വിജയ് സേതുപതിന്റെ പേരായിട്ടാണ് ചേച്ചി. അതെ അതെ. ഇപ്പൊ ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ. അപ്പൊ അതില് സേതു സാറിന്റെ കൂടെയാണ്. സിനിമയിലുള്ള സമയത്തും സിനിമയിൽ നിന്ന് മാറിയുന്ന സമയത്തും ഒക്കെ ചേച്ചി ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിപ്പോഴും കീപ്പ് ചെയ്യുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു എപ്പോഴും ഒരു ടച്ചിൽ തന്നെ വേണം എന്നില്ല. ഒരാളോട് സ്നേഹം കൂടാനും കുറയാനും ഒക്കെ അത് ഉള്ള തോന്നിയ സ്നേഹം ഓർഗാനിക്കായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ട്. ഫൂട്ടേജ് സിനിമയുടെ വിശേഷങ്ങളുമായി ടീം അംഗങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. ഹായ് പ്രിൻസി. ഹലോ. അപ്പോൾ ഈ ഫൂട്ടേജ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ട്രെയിലറൊക്കെ കാണുന്നുണ്ട്, ഒരു വ്യത്യസ്തതയാണ് മലയാള സിനിമയ്ക്ക് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ഫൂട്ടേജ് സിനിമയുടെ പൊതുവിൽ വിശേഷങ്ങൾ? അല്ല, പ്രിൻസി പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തതയുള്ള ആ വാക്ക് എത്രമാത്രം ആൾക്കാർ പ്രേക്ഷകർ ഇപ്പൊ വിശ്വസിക്കും എന്ന് അറിഞ്ഞുകൂടാ. ഫൂട്ടേജ് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ആദ്യമാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, അറിവിൽ. പക്ഷെ ഇതിനു മുമ്പ് മറ്റൊരു സിനിമ ഉണ്ട്. നമ്മുടെ ഒരു നമ്മളിപ്പോ ചെയ്തിട്ടുള്ള പോലെ അല്ല അത്. നമ്മളെ എനിക്കൊന്ന് കംപ്ലീറ്റ്ലി അങ്ങനെ എല്ലാ സിനിമകളും നമ്മുടെ ഫോൺ ഫുട്ടേജിലാണ് നമ്മൾ. ഈ സിനിമ മൊത്തം ഡെവലപ്പ് ചെയ്യുന്നതേ ഫുട്ടേജിൽ കൂടിയാണ്. ഓർഡറും എല്ലാം ഫോൺ ഫുട്ടേജ് തന്നെയുള്ള. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ എന്തായിരുന്നു കാരണം? ഈ സിനിമ അങ്ങനെ കൊടുക്കാം എന്നത് ഉദ്ദേശിക്കാനുള്ളൊരു കാരണം എന്താണ്? അത് അങ്ങനെ ഒരു എന്താണ്, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് അതിലേക്ക്. ശരിക്കും വെല്ലുവിളി തന്നെയല്ലേ ഒരു പുതിയൊരു സാധനം പരിചയപ്പെടുത്തുക എന്നുള്ളത്? കുറച്ച് എന്താണ് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു പരിപാടി പ്രൊഡ്യൂസറെ കൺവിൻസിക്കാൻ മുതൽ അവിടെ മുതൽ ഉണ്ടാ പ്രശ്നം. എല്ലാവരെയും ആർട്ടിസ്റ്റിനാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും പിന്നെ ഈവൻ അതിന്റെ ഷൂട്ടാണെങ്കിലും നമുക്ക് കൂടുതൽ സമയം ഈ ഇവര് ആക്ടേഴ്സ് ക്യാമറ അവര് ഹാൻഡിൽ ചെയ്യണം, അതിൻ്റെ ഉള്ള അവർ അഭിനയിക്കണം, മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യണം ക്യാമറ. അങ്ങനെ അതിൻ്റെ ഒരു കോറിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചി അതിൽ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണുന്നുണ്ട് ചേച്ചിയെ. അപ്പോൾ എന്താണിതിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സസ്പെൻസ് ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ആക്സെപ്റ്റിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചേച്ചി ഒരു നെഗറ്റീവ് റോളിൽ വന്നിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് പെട്ടെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും ചേച്ചി ആഗ്രഹിക്കുന്നതാണ്, അങ്ങനെ പുതിയ പരീക്ഷണങ്ങളും നെഗറ്റീവ് റോളും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആസ് എൻ ആക്ടർ. അപ്പം ഇതിൽ നോക്കാം. ഇത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ, ഓരോ ക്യാരക്ടർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെ. ഇതിൽ കുറച്ച് സസ്പെൻസ് ഉള്ള ഒരു ക്യാരക്ടർ ഇതിലതെ ഈ സിനിമ തന്നെ സസ്പെൻസ്, മിസ്റ്ററി, ത്രില്ലർ എങ്ങനെയൊക്കെ പറയാവുന്ന ഒരു തരത്തിലുള്ള സിനിമയാണ്. ഓക്കെ. വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പം തന്നെ പറഞ്ഞു ക്യാമറ ഒക്കെ എടുത്ത് നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ അതിനെ സംബന്ധിച്ച് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ കൊണ്ടുവന്ന ആക്ഷൻ മൂവികളൊക്കെ കണ്ട് സോണിയുടെ പഴയ ക്യാമറയിൽ അത് അഭിനയിച്ച് നോക്കി പഠിച്ചിട്ടുള്ള ഒരാളൊക്കെയാണ്. അപ്പം എങ്ങനെയായിരുന്നു ആ ഓർമ്മകളിലേക്കൊക്കെ പോയ പെട്ടെന്ന് ഈ ഒരു സീനിലേക്കും ഈ ഒരു ലൊക്കേഷനിലേക്കൊക്കെ വന്നപ്പോൾ? അന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആക്ഷൻ ഫിലിംസ് ആയിരുന്നു, മറ്റേ ഈ അടിപ്പടങ്ങളായിരുന്നല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആക്ച്വലി യെസ്, കാരണം കുറച്ച് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ക്യാമറ ഹാൻഡിൽ ചെയ്യുക, കുറേയൊക്കെ നമ്മൾ തന്നെ ഫ്രെയിം ചെയ്യണം, ഷൂട്ട് ചെയ്യണം, എന്നിട്ട് അപ്പം തന്നെ വേറെ ആൾക്ക് കൊടുക്കണം, ഇടി വാങ്ങണം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു കൊറിയോഗ്രഫിയും ഒരു അപ്രോച്ചും ആയിരുന്നു. ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അതുവരെ ചെയ്തിരിക്കുന്ന ഒരു ഫിലിമും ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല.
അതിലുപോലെ ഈ പോസ്റ്ററും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. ആദ്യം മഞ്ജു ചേച്ചിയാണെന്ന് പറഞ്ഞു, പിന്നെയാണ് അത് ഗായത്രിയാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഭയങ്കരമായി ഒരു സിനിമയുടെ പോസ്റ്റർ ഇത്രയും ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എന്താണ് അത് ഫീൽ ചെയ്തത് ആ സമയത്ത്? ഭയങ്കര സന്തോഷം. ഇപ്പം പോസ്റ്ററിലാണെങ്കിലും സഹിച്ചേട്ടൻ്റെ ഒരു വിഷനും പരിപാടിയൊക്കെ ഞാൻ മാക്സിമം ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ശ്രമിച്ചേക്കുന്നത്. പടം എങ്ങനെ ഡിഫറെന്റ് ആണോ അതേപോലെ തന്നെ ഭയങ്കര ഡിഫറെന്റ് ടേക്ക് എടുക്കണം പോസ്റ്ററിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയില്ല, എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം. ഡിഫറെന്റ് ആക്കി പിടിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അത് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പോൾ ചെറിയ നമുക്ക് കാണുമ്പോൾ ഒരു സിമ്പിൾ പോസ്റ്റർ ആയിട്ട് വിചാരിക്കുമെങ്കിൽ കൂടി സമൂഹ മാധ്യമങ്ങളിൽ അത് വലിയ ചർച്ചയായി, സിനിമയും എല്ലാം. അത് ആസ് എൻ ഇപ്പൊ മൊത്തത്തിൽ പോസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ മാത്രമല്ല, എല്ലാം കൊണ്ടും മിനിമലിസം ആണ് എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുക. അതാണ് ഓർത്തു വെക്കുക. നമ്മൾ മാക്സിമം മിനിമൽ ആയിട്ട് തന്നെ പോകണം എന്നുള്ളത് സാധനം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടോൺ ചൂസ് ചെയ്തതും. പടത്തിന് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ടോൺ തന്നെയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. കുറച്ച് കോൾഡും ഈറി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പടം. അപ്പൊ അത് കാണിക്കണം, അതിനൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് കൊണ്ടുവരണം. ഇപ്പൊ മഞ്ജു ചേച്ചിയുടെ ഫസ്റ്റ് പോസ്റ്റർ ഇറങ്ങിയാണെങ്കിലും താഴെ വരണം, അടുത്ത് വിശാഖിന്റെ പോസ്റ്റർ ഇറങ്ങുകയാണെങ്കിൽ തലകുത്തനെ വേറെ മോളിൽ വരണം ഒക്കെ വന്നപ്പോ ആൾക്കാർ ചോദിച്ചു അതെന്താ അങ്ങനെ വെച്ചത്, തലയുടെ ബാക്കി എന്താ വെട്ടിപ്പോയെന്നൊക്കെ ചോദിച്ചായിരുന്നു. കൊറേ ഒരു മിസ്റ്റേക്ക് പോലെ ഫാൻസ് മറ്റേ മഞ്ജു ഒരു തലയും വായും മറ്റേ കണ്ണും എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോഴാണ് ശരിയായത്. പണി അറിയില്ല. അതായത് രണ്ടാമത്തെ ഒരു പോസ്റ്റർ ഇറങ്ങുന്നിടം വരെ കാത്തിരുന്നിട്ട് കിട്ടി, ഓക്കെ പോയ ബാക്കി പീസ് കിട്ടി എന്നുള്ള രീതിയിൽ. ചില ആൾക്കാർ അത് നമ്മളുടെ അപ്ലോഡ് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണെന്ന് വെച്ചാൽ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും, നിങ്ങൾ ഇട്ടതിൽ ചേച്ചിയുടെ ഇത് മാത്രം വന്നിട്ടില്ല, ശരിയാക്കി നമുക്ക് അയച്ചു. ഇപ്പോ ഈ ഒരു സിനിമ വരുമ്പോൾ ഇതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇതിന്റെ ഓരോ സിനിമ വരുന്നു എന്ന് അറിയിക്കാൻ നിങ്ങളിട്ട ഓരോ വീഡിയോകൾ, പ്രൊമോഷന്റെ ഭാഗമായിട്ടിട്ട വീഡിയോകൾ, അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ചേച്ചിയുടെ ഒരു വീഡിയോ ഇപ്പോൾ ഭയങ്കര ചർച്ചയാവുന്നു. അതിനിടയിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരു വീഡിയോ, അതൊക്കെ ചർച്ചയാണ്. കാലം കുലുങ്ങുന്നത് നിങ്ങൾ നോക്കുന്നതൊക്കെ. അപ്പൊ പൊതുവിൽ ഒരാളുടെ സ്വകാര്യതയിലേക്ക് നോക്കുക, അങ്ങനെ ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ പാപ്പരാസികൾ എന്ന് പറയും, മീഡിയകൾ പലപ്പോഴും അങ്ങനെ ആകുന്നു. അപ്പൊ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? പൊതുവിൽ ഒരു സ്വകാര്യത ആളുകൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് ഈ മീഡിയ ഇങ്ങനെ വളരുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളൊക്കെ വളരുന്നതിനനുസരിച്ച്, അങ്ങനെ ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ മൊത്തത്തിൽ? എന്നുവെച്ചാൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് അഗൈൻ. കാരണം എന്നെ സംബന്ധിച്ച് സ്വകാര്യത അങ്ങേയറ്റം ഞാൻ കാത്തു സൂക്ഷിക്കാൻ ഭയങ്കരമായിട്ട് ഞാൻ ഒരു പ്രൈവസിയെ നോക്കുന്ന ആളാണ്. അപ്പം ഞാൻ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ക്യാമറയും കൊണ്ട് പോവില്ല. പക്ഷെ ഇങ്ങനെ ക്യാമറ എടുക്കുന്ന അവരുടെ ജോലി അതാണ്. അവർക്ക് കിട്ടുന്ന ഫുട്ടേജ് ആയിരിക്കും ചിലപ്പോൾ അവർക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരാളുടെ അടുത്ത് ഒരാളുടെ അനുവാദമില്ലാതെ പുള്ളിയെ ക്യാമറയിൽ പകർത്താൻ ഞാൻ ഒരു പക്ഷെ മുതിരില്ലായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഫുട്ടേജ് എന്ന മൂവിയും ഒരു പക്ഷെ അത് പറയുന്നുണ്ടാവും. കാരണം COVID-19 കാലത്ത് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സിനിമ മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ മനുഷ്യന്റെ സ്വകാര്യത എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് വല്ലാതെ ഈ സിനിമയിൽ പറയുന്നു. സിനിമയിൽ അത് അങ്ങനെ കാണാം. നമ്മൾ വേറൊരാളുടെ പ്രൈവസിയിലേക്ക് പോകുന്നത് ഏതൊക്കെ രീതിയിലേക്ക് നമുക്കൊരു ലിമിറ്റ് ഇല്ലേ മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തേക്ക് കടന്നു ചെല്ലുന്നത്, അങ്ങനത്തെ ഒരു. ഇത് എഴുതുമ്പോഴും സംവിധാനം ചെയ്യുമ്പോഴും ഒക്കെ മഞ്ജു വാര്യർ എന്ന ആക്ടർക്ക് വേണ്ടി തന്നെയായിരുന്നു ആ ഒരു ക്യാരക്ടർ നിങ്ങൾ മാറ്റിവെച്ചതും ഈ കാസ്റ്റിംഗ് ഒക്കെ ഇവരൊക്കെ വിളിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു? അല്ല, എഴുതുമ്പം ഈ ക്യാരക്ടർ സത്യം പറഞ്ഞ മിസ്റ്ററി ആയിരുന്നു. അതിനകത്ത് ആരെ വെക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല ശരിക്കും. പിന്നീട് കംപ്ലീറ്റ് അതിൻ്റെ റൈറ്റിംഗ് മൊത്തം കഴിഞ്ഞ ശേഷം ആണ് ഷെബു അത് ഇങ്ങനെ മഞ്ജു ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരുന്നു ചർച്ച ചെയ്തതും. ചേച്ചിയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുന്നതും ചേച്ചി എനിക്ക് നരേറ്റ് ചെയ്യുന്നതും പിന്നെ ചേച്ചി അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരുന്നത്. വിശാഖിനെ സംബന്ധിച്ച് ചൂസിങ് ഭയങ്കരമായി നടത്തുന്നുണ്ടോ ഇപ്പോൾ? കാരണം ഓരോ പടങ്ങൾ കഴിയുമ്പോഴും സിനിമ കിട്ടുന്നില്ല. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഇടയ്ക്ക് ആ ഒരു ഫസ്റ്റ് സിനിമയ്ക്ക് ആനന്ദത്തിന് ശേഷം കുറെ സിനിമകൾ ചെയ്തു, അതിനുശേഷം ഒരു റിയലൈസേഷൻ വരികയാണ്, കുറച്ച് ചൂസിങ് ആവണം, നല്ലത് ചെയ്യണം എന്നതിലേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് സോ. കാരണം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ചത് നമ്മൾ ടയർഡ് ആവുമല്ലോ, ഒരേ കാര്യം തന്നെ പിന്നെയും വീണ്ടും ചെയ്ത് നമുക്കൊരു ബ്രെയിൻ ഫ്രൈ വരും. അപ്പോൾ ആ ഒരു പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ തന്നെ എടുത്തൊരു തീരുമാനമായിരുന്നു, ഇനി നമുക്ക് കുറച്ചൊന്ന് ഒരു ഗ്യാപ്പ് ഇടാം. സ്ട്രാറ്റജിക്കലി എടുത്തൊരു ബ്രേക്ക് ആയിരുന്നു. ആ സമയത്ത് പോയി വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. പക്ഷെ ആ ഒരു ബ്രേക്ക് എടുത്തത് ഇപ്പോൾ ലുക്കിംഗ് ബാക്ക് ഐ തിങ്ക് ഇറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. പക്ഷെ ഒരിക്കലും ആ സമയത്തൊക്കെ 10ാം ക്ലാസ്സിൽ നിന്നും 11ാം ക്ലാസ്സിൽ നിന്നൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും അഭിനയിക്കണം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അന്ന് എപ്പോഴും ബിഹൈൻഡ് ദ ക്യാമറ ആയിരുന്നു ആഗ്രഹം. പിന്നെ കോളേജിൽ എത്തിയപ്പോഴാണ്
നാടകമൊക്കെ ചെയ്തു തുടങ്ങിയത്. പിന്നെ ഒരു 4-5 വർഷം നാടകം, പിന്നെ ചെന്നൈയിൽ വർക്കിൻ്റെ കൂടെ നാടകമൊക്കെ ചെയ്തപ്പോഴാണ് ഇതും കൊള്ളാം, ഇത് രസമുള്ള പരിപാടിയാണെന്നുള്ളതൊക്കെ. ആരുണ്ട് നേരെ ഓപ്പോസിറ്റ് ആണല്ലേ കഥ. ഞാൻ ചെറുപ്പത്തിലെ നാടകം പഠിച്ച് പിന്നെ ഡിസൈനിങ്ങിലേക്ക് ആരും ഡിസൈനർ മാത്രമല്ല, ഹിന്ദി സിനിമയിലൊക്കെ ആക്ടറാണ്. സിനിമയിലൊക്കെ ഞാനൊരു ദിവസം ഞാൻ ഇത് നമ്മൾ അരുണല്ലേ, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഹിന്ദി നടനാണ് കൂടി. നടന്മാർ ബോളിവുഡ് ആക്ടേഴ്സ്. മഞ്ജു ചേച്ചിയുടെ ഇപ്പൊ നമ്മള് ക്യാമറ ഫുട്ടേജ് ഒക്കെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാനൊരു സ്ഥലത്ത് വായിച്ചതാണ്, ചേച്ചിക്ക് പണ്ട് ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭയങ്കര പേടിയായിരുന്നു, അതുപോലെ സിനിമ കാണാൻ തിയേറ്ററിൽ പോകാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അതെപ്പോഴാണ് അത് മാറുന്നത്? അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു ശരിക്കും? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫ്ലാഷ് അടിക്കുന്ന ക്യാമറ ഒക്കെ ഭയങ്കര, ഞാൻ അലറി കരയുന്നതൊക്കെ, ആ അലറി കരയുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏതോ ഓണത്തിന്റെ പൂക്കളത്തിന് നിർബന്ധിച്ചിരുത്തി ഫോട്ടോ ഒക്കെ എടുക്കുക, ആ കരഞ്ഞിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇപ്പോഴും വീട്ടിലുണ്ട്. സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകുന്നത് പിടിച്ചു വലിച്ച് രഹസ്യമായിട്ട് വേറെ എവിടേക്കൊക്കെയാണ് എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടൊക്കെ എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴത് മാറിയെന്നും എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും അത്ഭുതം തോന്നുന്നു, അങ്ങനെ ഒരാള് എങ്ങനെയാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് പിന്നീട് വരുന്നത് എന്നൊക്കെ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്, വായിച്ചപ്പോ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനും ഇടയ്ക്ക് ചിന്തിക്കാണ്. പിന്നെ ലൈഫേ ഇതായി, മറ്റേ സിനിമയും സ്റ്റിൽ ക്യാമറ എല്ലാം ലൈഫിന്റെ ഭാഗമായി മാറിയല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഒരു എഴുത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഫുട്ടേജ് മുന്നോട്ട് വയ്ക്കുന്ന കുറെ കാര്യങ്ങൾ, ഇപ്പൊ സ്വകാര്യതയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ കുറച്ച് വെറൈറ്റി വേണമെന്ന ചിന്തയിൽ നിങ്ങൾ ചെയ്ത കുറച്ച് ക്രിയേറ്റീവ് കാര്യങ്ങൾ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് എന്തുകൊണ്ടാണ് പോയത്? അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഫുട്ടേജ് ജോണറാണ്. അപ്പൊ നമുക്ക് അധികം പരിചയമില്ലാത്ത ജോണറാണ്, ഇവിടെ നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ഈ ഫുട്ടേജ് ജോണറായിട്ടുള്ള സിനിമ, ഫുട്ടേജ് ജോണറിൽ തന്നെ നമ്മൾ ഇതിന്റെ പരസ്യങ്ങളും ചെയ്തിട്ടുള്ളത്, അല്ല എന്താ പറയാ, പ്രൊമോഷൻസും ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ക്യാമറയിൽ എടുത്ത് വേറൊരാളുടെ ഫുട്ടേജ് എടുക്കുന്നത്. അപ്പൊ നമ്മളത് ഡിസ്കസ് ചെയ്ത് അങ്ങനത്തെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഇതാണ് ഫുട്ടേജ് പരിപാടി എന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ സംവിധാനത്തിലേക്ക് വരുവാണെങ്കിൽ ഈ എഡിറ്റിങ്ങിലാണ് ഇപ്പോൾ ആദ്യത്തെ സംരംഭമാണ് സംവിധാനത്തിലുള്ളത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നേടിയെടുക്കുന്നത് എങ്ങനെയായിരുന്നു എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് സംവിധാനത്തിലേക്ക് വരുമ്പോൾ? അങ്ങനെ വലിയ കോൺഫിഡൻസിലൊന്നുമല്ല, എന്നാൽ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഒരു രസമുള്ളൊരു ത്രെഡ് കിട്ടിയപ്പോൾ പിന്നെ എങ്ങനെ അതൊരു വൃത്തിയുള്ള സിനിമ ആക്കാന്ന് മാത്രം ആലോചിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഓർത്തിട്ടില്ല സത്യം പറഞ്ഞാൽ. ആ പേടി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഞാൻ ഭയങ്കര ഇങ്ങനെ ഇരിക്കാനൊക്കെ ഞാൻ ഒന്നും മിണ്ടാറില്ല യൂഷ്വലി, ഇങ്ങനെയൊക്കെ ഇരിക്കും. ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തും പോവാറില്ല, സ്റ്റുഡിയോയിൽ തന്നെ ഇരിപ്പന്നെ. അല്ല പിന്നെ കാട്ടിലാണെങ്കിലും അട്ട, പാമ്പ് ഇതൊക്കെ പേടിയാണ്. പക്ഷെ അത് മറന്നേ പോയി. പറയുന്ന ഇത് എങ്ങനെയല്ലേ ഇതിനെ ചിത്രീകരിക്കുക എന്നുള്ളത് മാത്രമായി മനസ്സിലായി. അങ്ങനെ ഉണ്ടായതാ. ഇപ്പൊ ചേച്ചി സിനിമ ഓണായി പോയി, പിന്നെ വേറെ വഴിയില്ല, എല്ലാരും എത്തുകയും ചെയ്തു. ഇപ്പൊ സൈജുടെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര വേണ്ട, ഇനിയിപ്പോ അത് വേണ്ട, സിനിമ ചെയ്യണ്ട ആ മൂഡ്. അപ്പൊ കൂടെ നിൽക്കുന്ന നമ്മൾ അങ്ങനെ പറയരുത്, സിനിമ ചെയ്യണം, അങ്ങനെ പറയണം. ചേച്ചി ഇപ്പൊ റീ റിലീസുകൾ വരാൻ പോവുകയാണ്, ചേച്ചിയുടെ ഏതെങ്കിലും മൂവി റീ റിലീസ് ചെയ്യണമെന്ന് ചേച്ചി എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചു. നിങ്ങൾ ഏതെങ്കിലും മൂവി ആഗ്രഹിക്കുന്നുണ്ടോ ചേച്ചിയുടെ? നമ്മളെപ്പോഴും ചേച്ചിയുടെ ഡൈ ഹാർട്ട് ഫാനാണ്. പക്ഷേ ഈ സമ്മറിംഗ് ബദലഹേമിന് സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ MP ആയിരിക്കുകയാണ്, അപ്പൊ അദ്ദേഹത്തിന്റെ തിരക്കുകൾക്ക് ശേഷം വരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇപ്പൊ സജീവമായിട്ട് അതിനെ കുറിച്ച് ഒരു ചർച്ചയും ഇപ്പൊ നടക്കുന്നില്ല. പിന്നീട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അറിഞ്ഞു. അങ്ങനെ ഒരു ആലോചന ഇല്ലാന്നാണ് എന്റെ അറിവ്. പക്ഷെ ചേച്ചി എനിക്ക് തോന്നുന്നു തമിഴിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്ന പടം സമരം ബദലഹ്യമായി ഷൂട്ട് ചെയ്തിരുന്നു, ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്തിരുന്നു. പിന്നീട് അത് മാറി മലയാളത്തിൽ, അതിൽ പ്രഭു സാറാണ് ചെയ്തത്. അത് എനിക്ക് തോന്നുന്നത് സുരേഷ് ഏട്ടന്റെ ക്യാരക്ടറാണ് പ്രഭു സാർ ചെയ്തെന്നുണ്ട്. ഒരു പാട്ടൊക്കെ ഷൂട്ട് ചെയ്തതാ, ഡാൻസ് ഒക്കെ ആയിട്ട്. സിബി സാർ തന്നെ. തമിഴിലാണ് ഇത് ആലോചിച്ചത് ഒറിജിനലി. പിന്നെ പാട്ട് ഷൂട്ട് ചെയ്തു. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. പിന്നീട് അത് മലയാളത്തിൽ വീണ്ടും മുഴുവൻ ഫ്രഷ് ആയിട്ട് മലയാളത്തിൽ തന്നെ ഷൂട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ പോസ്റ്റർ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ബ്രഹ്മയുഗം ഭയങ്കരമായ ആളുകൾ സെലിബ്രേറ്റ് ചെയ്ത ഒന്നാണ്. അപ്പോൾ ഈ സിനിമകൾ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പം അതൊരു ശരിക്കും പറഞ്ഞ ഒരു ടെൻഷൻ അല്ലേ? അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇനീഷ്യലി നമുക്ക് അതിനുള്ളൊരു തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ടെൻഷനാണോ ഇതെന്നുള്ളത് ചിന്തിക്കാനുള്ളൊരു
എന്നാൽ ആ ഒരു ഐഡിയ വരുന്നുണ്ടല്ലോ, കാരണം പ്രമേയം ആ ഒരു പോസ്റ്റർ അത് വരുമ്പോൾ തന്നെ ആളുകൾ ഭയങ്കരമായി ക്യൂരിയോസിറ്റി കൊടുക്കുന്ന ഒരു സാധനം, അങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു മമ്മൂക്കയോട്? ഇപ്പൊ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഈ പറയുന്ന പോലെ പുതിയൊരു സാധനം കൊടുക്കുക എപ്പോഴും എന്നുള്ളതാണ് ആകെയുള്ളൊരു ചെറിയൊരു ടെൻഷൻ. അത് ഈ പറയുന്ന പോലെ ഒരു വലിയ ഡിസ്കഷനിലൂടെയും പടം കാണുമ്പോഴൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു വലിയ ഐഡിയ തുറന്നു കിട്ടും. നമ്മൾ ചിലപ്പം ഒരേ ഐഡിയ തന്നെ റിപ്പീറ്റഡ്ലി ആലോചിച്ച് സാച്ചുറേറ്റ് ആവുന്ന ഒരു സമയത്തായിരിക്കും ഡയറക്ടറിന് എന്തെങ്കിലും ഇൻപുട്ടും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനൊക്കെ എന്തെങ്കിലും ഇൻപുട്ടും കാര്യങ്ങളും ഉണ്ടാവും. അതേപോലൊരു ഹെൽത്തി ഇൻപുട്ടിൽ ചിരി ഇപ്പോഴും ഓർക്കണുണ്ടോ മമ്മൂക്ക? ഉറപ്പായിട്ടും അത് ഒരു ഐക്കോണിക് സാധനമാണല്ലോ. അതേപോലെ തന്നെ ഒരുപാട് ഭയങ്കര ഐക്കോണിക് സാധനങ്ങൾ നമ്മൾ പല പടങ്ങളിലും സ്പോട്ട് ചെയ്യാൻ പറ്റും ഭാഗ്യം വെച്ചാൽ. അത് യൂസ് ചെയ്യുക, അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുക എന്നുള്ളതാണ് വലിയ കാര്യം. അപ്പം അത് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നവരായിരിക്കും ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ. ഇങ്ങനെ പിടിച്ചോളൂ, എളുപ്പമായിരിക്കും, നമ്മുടെ ക്രിയേറ്റീവ് ഫ്രീഡത്തിന് വേണ്ടി. അപ്പം ഫുട്ടേജ് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ അത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന പോലെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡത്തിന്റെ ഒരു ഓപ്പണിംഗ് ആണ് ആ കാണുന്നത്. അപ്പൊ അതേപോലെ ഒരു പടമായിരുന്നു പ്രമേയം. എനിക്ക് അവരുടെ ഫേമിന്റെ പേരാണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിരിക്കുന്നത്. അത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് എന്റെ തന്നെ ഇപ്പൊ ഫുട്ടേജിന് ആദ്യം ചെയ്ത സെറ്റ് ഓഫ് പോസ്റ്റേഴ്സ് ഇതല്ലായിരുന്നു. അതിനുശേഷം മൂപ്പര് സിനിമ കണ്ടിട്ട് പുള്ളി തന്നെ മാറ്റി വെച്ചിട്ട് ഇതല്ല വെയിറ്റ് വേറെ, എന്നിട്ടാണ് ഇപ്പൊ ഇതിലേക്ക് വന്നിട്ടുള്ളത്. കണ്ട ശേഷം ഇതിന് വേണ്ടൊരു ഇതല്ലാന്ന് മനസ്സിലാക്കി പുള്ളി അത് മാറ്റി ആണ് ഇപ്പൊ ഈ കാണുന്ന പോസ്റ്റേഴ്സ്. രണ്ടും ഓക്കെ അടിച്ചായിരുന്നു, അതാണ് വേറെ അല്ല. പക്ഷെ അരുൺ പറഞ്ഞൊരു സാധനം, ചേട്ടാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ത് കണ്ടാലും ഭ്രമയാന്ന് വിചാരിക്കുന്ന ഒരു മെത്തേഡ് പറഞ്ഞില്ലേ എന്ന് പറയുന്ന പോലെ ഒരു വൈറ്റും ബ്ലൂവും കണ്ടു കഴിഞ്ഞാൽ ഇതാണ് പാസിംഗ് പോലും മനസ്സിലാവണം. ആ ഐഡിയ ആണ് പുള്ളി. പക്ഷെ അത് വിജയിക്കുകയും ചെയ്തു. എല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, സിനിമ വരുന്നതിന് മുന്നേ പോസ്റ്റേഴ്സ് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളുടെ പ്രൊമോഷണൽ വീഡിയോ ആണെങ്കിലും നമ്മളുടെ ആന്റണിയാണ് അതിന്റെ എക്സിക്യൂഷൻ സൈഡൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്കും ഈക്വലി അതിന്റെ എന്താ പറയാ ഹൈറ്റ്സ് എന്ന് പറഞ്ഞ ടീമാണ്. അപ്പൊ അവരതിന് ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട്. അവര് എന്താ പറയാ ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് ഫുൾ സമയം അതിന്റെ എക്സിക്യൂഷനിലൊക്കെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആവോ ചേച്ചി, അതാണോ ചേച്ചി എന്നുണ്ട്. അത് ഈ ഫുട്ടേജ് എന്ന സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള പ്രൊമോഷനാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് ചേരുന്ന ആ കണ്ടന്റിനും ഒരു ഫുട്ടേജിന്റെ സ്വഭാവമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനെ കുറിച്ചാണ് പ്രിൻസി നേരത്തെ ഫുട്ടേജിന്റെ പക്ഷെ ഇപ്പൊ ഏത് സിനിമകൾ ചെയ്യുമ്പോഴും ഇപ്പോഴും ആളുകൾ കുപ്പി തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് വിഷമം തോന്നിപ്പിക്കുന്നുണ്ടോ? അല്ല, പക്ഷെ അത് ബ്രേക്ക് ചെയ്യണല്ലോ. ഐ തിങ്ക് ഓവർ ടൈം അത് മാറി വരും എന്നാണ് എന്റെയും ഒരു പ്രതീക്ഷ. ഇപ്പൊ കങ്കണയുടെ ചിത്രത്തിലുണ്ട്, അപ്പൊ ആളുകൾ പ്രതീക്ഷയോടെ അതില് കുപ്പിയാന്നാരും പറയില്ല. അല്ല, അത് പറയില്ല, അതൊരു പ്രതീക്ഷ നൽകുന്നില്ല ശരിക്കും. അല്ലല്ലോ, ഉറപ്പായിട്ടും അതും ഐ ബീൻ ലക്കി ഓണസ്റ്റ്ലി. കാരണം കുറെയൊക്കെ നമ്മളെടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. പക്ഷെ അതിന് ശേഷം വന്ന പടങ്ങളാണെങ്കിൽ ഇപ്പോൾ എക്സിറ്റിൽ ഒരു നരഭോജിയായിരുന്നു. പിന്നെ അല്ല, പക്ഷെ അതൊക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അല്ല, വിശാഖിന് കിട്ടുന്ന എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇതിലാണെങ്കിലും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെയിൽ ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് കുറെ ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറെയൊക്കെ ഇങ്ങോട്ട് വരുന്നതിലല്ലേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. there is an element of luck. ഇപ്പോൾ ഫുട്ടേജ് ആണെങ്കിലും ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പടങ്ങളാണെങ്കിലും ഹോപ്പ്ഫുള്ളി ആ ഒരു ടാഗിൽ നിന്ന് മാറിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും വേറെ കാര്യങ്ങളും ഇവനെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു വിചാരം ആൾക്കാർക്ക് ഉണ്ടാവും. ചേച്ചി റിസ്ക് എടുക്കുന്ന കാര്യം പറയുമ്പോഴേ ഇത് ഞാൻ മുന്നേ വായിച്ചിട്ടുള്ള ഒന്നാണ്. ഈ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയുടെ സമയത്ത് അതിൽ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സീനുണ്ട്. വിജു മേനോൻ ചേട്ടൻ്റെ അടുത്ത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സീൻ, കായലിലേക്ക് ചാടുന്ന സീൻ. സത്യത്തിൽ ചേച്ചിക്ക് നീന്തൽ അറിയാഞ്ഞിട്ട് ചേച്ചി അതിലേക്ക് എടുത്ത് ചാടിയെന്നാണ് കേട്ടത്. ഉള്ളതായിരുന്നോ? അറിയില്ലായിരുന്നു. ഉള്ളതായിരുന്നു അത്. അത് സത്യത്തിൽ അതിന് പിന്നിൽ വേറൊരു ഒരു ബെറ്റിന്റെ കഥയുമുണ്ട്. അതായത് ആ സിനിമയിലായിരുന്നു ഫസ്റ്റ് അഖേല ക്രെയിൻ എന്ന് പറയുന്ന ഏത് വലിയൊരു സംവിധാനം ആ സിനിമയിൽ ആദ്യമായിട്ട് ആ സിനിമയിൽ ഉപയോഗിക്കാനായിട്ട് രവി കെ ചന്ദ്രനായിരുന്നു സിനിമാറ്റോഗ്രാഫർ. അപ്പോൾ അദ്ദേഹം അതിൽ കൊണ്ടുവന്നിട്ട് അതിൽ ഫസ്റ്റ് ഷോട്ട് ആർക്ക് കിട്ടും എന്നുള്ളൊരു മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വെറുതെ പറഞ്ഞ് ഇതാക്കിയതാ. ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയാൽ ചെളിവെള്ളമാണ്, ഫുൾ ചെളിയുള്ള വെള്ളം. അപ്പോൾ അതിലേക്ക് എടുത്ത് ചാടുവാണെങ്കിൽ ഫസ്റ്റ് ഷോട്ട് മഞ്ജുവിന് തരാം എന്ന് പറഞ്ഞിട്ട് ബിജുവേട്ടനും ഞാൻ ആർക്ക് ഫസ്റ്റ് ഷോട്ട് കിട്ടുന്നുള്ളൊരു ബെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതിനു വേണ്ടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഞാൻ അതിന് ഫസ്റ്റ് ഷോട്ട് കിട്ടാൻ വേണ്ടി. പക്ഷെ അതിൽ ക്രെയിനിലും ഞങ്ങൾക്ക് രണ്ടാൾക്കും കോമ്പിനേഷൻ ഷോട്ടായിരുന്നു ഫസ്റ്റ് കിട്ടുക. പക്ഷെ എടുത്ത് ചാടുമ്പോൾ ആ മുങ്ങൽ വിദഗ്ധർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചു? അങ്ങനെ മറ്റേ നിലയില്ല അങ്ങനെയൊന്നുമില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് അപ്പുറത്ത് ചുറ്റും ഓഫ് കോഴ്സ് അതിപ്പോ ഏത് യൂണിറ്റിലാണെങ്കിലും
ഒരു വെള്ളത്തിലേക്ക് ചാടണമെങ്കിൽ ഫുൾ സേഫ് ആയിട്ടും ഇതൊക്കെ ആയിട്ട് ചെയ്യുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ കാണുന്നില്ല, പിന്നെ മുങ്ങി എടുത്തോണ്ട് വന്നു. ഇല്ല, ആ പറയുന്ന അത്ര ഭീകരതയൊന്നും ഉണ്ടായിരുന്നില്ല. നീന്തൽ അറിയില്ലായിരുന്നു ആ സമയത്ത്, പക്ഷെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഒരു ബെറ്റിന് ഒരു വേണ്ടി. ഷോട്ടിന് വേണ്ടി. ഗായത്രി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗായത്രി, ആ പോസ്റ്റർ വന്ന സമയത്ത് ആളുകൾ ആദ്യം മഞ്ജു ചേച്ചിയാന്ന് വിചാരിക്കുന്നു, പിന്നെ ആളുകൾ ഭയങ്കരമായി ഗായത്രിയെ കുറിച്ച് ചർച്ച ചെയ്തു. പിന്നെ ആ വാർത്തകളെല്ലാം കണ്ടത് ഫൂട്ടേജിലും സിനിമയിലും മൊത്തം ഗായത്രിയെ കുറിച്ചുള്ള വാർത്തകളാണ്. അത് തരുന്നൊരു സന്തോഷം. ഐ എം ഹാപ്പി. ലൈക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു ചേഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെ അതിനെ പെർസീവ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ എം ഹാപ്പി ദാറ്റ് ആദ്യം എല്ലാവരും മഞ്ജു ചേച്ചി, അപ്പം ഞാൻ ലൈക്ക് ആൾക്കാർ എന്നെ കണ്ട് മഞ്ജു ചേച്ചിയാണ് ഫീൽ ചെയ്തില്ല. ഐ വാസ് ഓൺലി ഹാപ്പി. ആൻഡ് ഇങ്ങനത്തെ ഒരു നല്ലൊരു പ്രോജക്റ്റിൽ ഭാഗമാവാൻ കഴിയുക. സോ ആൻഡ് അത് നമ്മൾ രണ്ടുപേരുടെയും പോസ്റ്റർ വരിക എന്നൊക്കെ പറയുന്നതൊക്കെ വാസ് എ ബ്ലെസ്സിങ്. സോ അതിൽ ഐ എം ഹാപ്പി ഓൺലി. പിന്നെ എൻ്റെ വിസിബിലിറ്റി ഒബ്വിയസ്ലി ബിക്കോസ് ഓഫ് ദാറ്റ് അത് കൂടി. പക്ഷേ അഗൈൻ ദി ഓൺലി തിങ് എന്നെ ബോദർ ചെയ്തതെന്ന് വെച്ചാൽ ഈ പോസ്റ്റർ റിലീസായ സമയത്ത് ആ ഫീമെയിൽ ക്യാരക്ടറിനെ മാത്രമേ അവർ നോക്കിയുള്ളൂ. എനിക്ക് അതെപ്പോഴും അറ്റാക്ക് വരുന്ന ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെതിരെ മാത്രമായിരുന്നു. അപ്പം എനിക്ക് ഐ വിൽ നോട്ട് സേ ദാറ്റ് ഇറ്റ് വാസ് എൻ അറ്റാക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ടേക്ക് ദി അറ്റാക്ക്. ഞാൻ അതിന് ആ ബൗണ്ടറി വെച്ചിട്ട് തന്നെ നിർത്തി. പക്ഷെ എന്നാലും ഇപ്പം എന്തിപ്പോൾ ഇൻറ്റിമേറ്റ് സീൻസ് ആണെങ്കിലും ഇപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ് എല്ലാം ഒരു ഫീമെയിൽ ആക്ടിൻ്റെ എതിരെ മാത്രമേ ഇത് വരുന്നുള്ളൂ. പക്ഷേ ഹി വാസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. നമ്മൾ ഒരുമിച്ച് ചെയ്ത ഒരു സീന്, നമ്മൾ ഒരുമിച്ച് ചെയ്ത ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. പക്ഷേ അത് വന്നപ്പം എൻ്റെ കമൻസ് ഒക്കെ ഫുൾ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ജസ്റ്റ് വൺ പേഴ്സൺ. ദാറ്റ് ഇവൻച്വലി അത് ഞാൻ മാറിയെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൺലി അൺകംഫർട്ടബിൾ പാർട്ട്. പക്ഷെ ഗായത്രി കമന്റുകളൊക്കെ നന്നായി തന്നെയാണ് കൈകാര്യം ചെയ്തത്. യെസ്, ഞാൻ അതിനെ എനിക്ക് വേണ്ടത് മാത്രം ഞാൻ ഫോക്കസ് ചെയ്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇഗ്നോർ മോഡ് ഓൺ എന്ന് പറയുന്നില്ല. ഞാൻ ബാക്കിയൊക്കെ ഇഗ്നോർ ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ആ പോസ്റ്ററിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്, ആ പോസ്റ്ററിന്റെ കളർ കോമ്പിനേഷൻ ഉണ്ട്, അത് തരുന്ന ഒരു ഫീൽ ഉണ്ട്. ആ സിനിമയിലത്തെ ഏറ്റവും നല്ലൊരു മൊമെന്റ് ആണ് അത്. ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. എക്സാക്ട്ലി. നമ്മൾ ആസ് എ കപ്പിൾ നമ്മുടെ കോർ എന്താണെന്ന് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തതാണ് പോസ്റ്റർ കണ്ടപ്പോൾ. നമ്മൾ ലൈക്ക് ആസ് എ ക്യാരക്ടർ ചെയ്തപ്പോൾ പോലും എനിക്ക് നീ നിനക്ക് ഞാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ആ പോസ്റ്ററിലും വന്നത്. ലൈക്ക് വി വെയർ ഫോർ ഈച്ച് അതർ. ആ ഹഗ്ഗിൽ പോലും ആ ഇന്റിമേറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു കപ്പിളും ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് എ വെരി നോർമൽ തിങ്. ഇപ്പൊ നോർമലായിട്ട് എന്തൊരു ഇമോഷൻ പോലെ തന്നെയാണ് ലവ് എന്നുള്ളൊരു ഇമോഷൻ. ആർക്കും എന്താ ലവ് ഇല്ല, ഉണ്ടായിട്ടില്ലേ ആരും. ലൈക്ക് അത് ഇവർ ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ്. അവരുടെ ഇന്റിമേറ്റ് മൊമെന്റിൽ എടുത്തൊരു സ്റ്റില്ലാണ് അത്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പക്ഷെ അതിന് ആൾക്കാരെ വേറെ ഭയങ്കര വലിയൊരു വേറെ രീതിയിൽ തന്നെ ചർച്ച കൊണ്ട് ഈ ലോകത്ത് ഒരിക്കലും നടക്കാത്തൊരു കാര്യം നിങ്ങൾ എന്താ ചെയ്യുന്നത്? പൊട്ടുന്ന രീതി ഇപ്പൊ പറഞ്ഞ എക്സാക്ട്ലി അതാണ്. പൊട്ടുന്ന രീതി ഉണ്ടല്ലോ. ഇപ്പൊ പണ്ട് മർഡർ എന്നുള്ളൊരു ഫിലിം ഇറങ്ങിയാണ്, ഓർമ്മയുണ്ടോ? മൽകേഷ് റാവത്തിന്റെ. അതിന്റെ ഇറ്റ് വാസ് മെയ്ഡ് വിത്ത് ഇന്റൻഷൻ ഫോർ ഇറ്റ് ടു ബി സെക്സി. ഇതായിരുന്നില്ലല്ലോ. ഇതിൽ ആ സ്നേഹവും ആ ഒരു ഇന്റിമസിയും ആ ഒരു പ്ലേഫുൾനെസ്, ആ ഒരു റൊമാൻസ്, ആ ഒരു ലവ് കാണിക്കാനാണ്. പ്യോർ ലവ്, ലിറ്ററലി പ്യോർ ലവ് മാത്രമാണ് നമ്മൾ ആ പോസ്റ്ററിൽ അത്രയും ഡെപ്ത് ആണ് കാണിക്കാൻ. മാത്രം ആൾക്കാർ കാണാണ്ടിരുന്നു. ഡ്രസ് ഇട്ടുണ്ടോ? വളരെ ഒരു മൈനോറിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് പേര് അതിലത്തെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ തന്നെ ഒരുപാട് നല്ല പോസിറ്റീവ് റെസ്പോൺസസ് വന്നിട്ടുണ്ട്. നമുക്കതിൽ ഏറ്റവും ട്രിപ്പ് അതിന്റെ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. സൈജാനും അതിൽ ഇങ്ങനെ ഈ കളറും അതിന്റെ കോമ്പിനേഷനും അത്രയും കഷ്ടപ്പെട്ട് ഇൻപുട്ട് എടുത്ത് ആൾ അതിൽ ഇട്ടിട്ടുണ്ട് അല്ലേ എന്ന് ഞാൻ പറയുന്നു. സത്യമാണല്ലേ? ഇപ്പോൾ ഈ ഫൂട്ടേജ് എന്ന സിനിമ വരുമ്പം ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ മഞ്ജു ചേച്ചിയെ പറ്റി പറയുമ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ, ലേഡി മോഹൻലാൽ, ഈ പേരുകളൊക്കെ നൽകുമ്പോൾ ആൾക്കാർ കൊടുക്കുന്ന ഒരു പ്രതീക്ഷ പൊതുവിൽ മഞ്ജു ചേച്ചിയുടെ സിനിമകൾക്കുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നിയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ മഞ്ജു ചേച്ചിയെ കൊണ്ടുവരുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നോ ഷൂട്ടിംഗ് സമയത്തൊക്കെ? ഇല്ല, മഞ്ജു ചേച്ചി അത് നമ്മൾ പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നും അതിലെ ഫുൾ സീക്വൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ അതെല്ലാം റിഹേഴ്സൽ ഒക്കെ ചെയ്തിട്ട് തന്നെയുള്ളത്. അപ്പൊ അങ്ങനെ ഒരു അല്ലേ, അതൊക്കെ പുറത്ത് ഇപ്പൊ പ്രിൻസി പറയുമ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ ആലോചിക്കുന്നത് പോലും. അല്ലാതെ എന്നെ ഒന്നും അത് ഒരു തരത്തിലും ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറേ ഇല്ല. നല്ലൊരു സിനിമ വരുന്നു, അതിൽ ആ സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് 100 അല്ല 200% കൊടുത്ത് അതിന് കൂടെ നിൽക്കുക. ആ സിനിമ നന്നാക്കാനായിട്ട് ഒരു ടീമായിട്ട് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ മഞ്ജു ചേച്ചിയുടെ സിനിമകൾ കണ്ട് വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ആ ആക്ടറിന്റെ ഒരു റേഞ്ച് നമുക്കറിയാം. ചേച്ചി അഭിനയിച്ചിട്ടുള്ള ഓരോ ഇമോഷൻസ് ആണെങ്കിലും ചേച്ചി അതിന്റെ എന്താ പറയാ, നമുക്ക് അത്രയും ഇഷ്ടമുള്ള നടി, നമുക്ക് ഇഷ്ടം മാത്രമല്ല അത്രയും കഴിവുള്ള ഒരാളാണ്. അപ്പൊ ചേച്ചി അതിന്റെ ഒരു ഭാഗമായിട്ട് വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്കും ഭയങ്കര എന്താ പറയാ നല്ലൊരു
ഞങ്ങൾക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജും കൂടിയിട്ടാണ്. കൂടിയതല്ല, ഞങ്ങൾക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ആണ് ചേച്ചി. ഇതിലേക്ക് വരുമ്പോൾ പറയാണ് കോ ആക്ടറായിട്ട് മഞ്ജു ചേച്ചിയാണ് എന്നറിയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? എൻ്റെ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഹർ ഒബ്വിയസ്ലി. എൻ്റെ അമ്മ മറ്റേ കടുത്ത ആരാധനയൊക്കെ ഉള്ള ഒരാളാണ് മഞ്ജു ചേച്ചി, എവറിബഡി. അപ്പോൾ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് ലൈക്ക് ഷെബുവും സായി ചേട്ടൻ ഓഡീഷനൊക്കെ കണ്ട് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ മഞ്ജു ചേച്ചിയാണ് നമ്മൾ ഈ ക്യാരക്ടർ ഉദ്ദേശിക്കുന്നത്. ഞാൻ അവർക്ക് കാണിച്ചു, ഞാൻ ഇങ്ങനെ എൻ്റെ നെഞ്ചിക്കൊണ്ട് മഞ്ജു ചേച്ചിൻ്റെ കൂടെയാണ്. പക്ഷെ എനിക്കത് എന്നെ സെലക്ട് ചെയ്ത് ഫസ്റ്റ് കുറച്ച് ടൈം എടുത്ത് എനിക്കത് ക്ലിക്ക് ആവാനായിട്ടൊക്കെ. ലൈക്ക് ഐ എം പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. ആദ്യം മഞ്ജു ചേച്ചിനെ കണ്ടപ്പോൾ ഞാൻ ഐ വാസ് ബ്ലാങ്ക്, കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. നമ്മുടെ റിഹേഴ്സൽ ടൈമിലാണ് ആദ്യമായിട്ട് മഞ്ജു ചേച്ചിനെ കാണുന്നത്. സോ ഐ വാസ് ടെല്ലിങ് ചേച്ചി ഫാനാണ്, എൻ്റെ അമ്മ അതിനേക്കാളും വലിയ ഫാനാണ്. എൻ്റെ ചെറുപ്പം തൊട്ടേ ആക്ടിങ് പാഷൻ എനിക്ക് വന്നപ്പോൾ തൊട്ട് അമ്മ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മഞ്ജു ചേച്ചിയുടെ മൂവി. മഞ്ജു ചേച്ചി 3 പേരുടെയൊക്കെ എടുത്ത് പേര് പറഞ്ഞിട്ട്, അപ്പോൾ അതിലൊന്നായിരുന്നു മഞ്ജു ചേച്ചിയുടെ മൂവി എന്തായാലും കാണണം, ആ മൂവി ഈ മൂവി എന്നൊക്കെ പറയുമ്പോൾ. ആൻഡ് ദെൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഹർ. ഭയങ്കര ത്രില്ലിംഗ് ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഷോട്ടിനൊക്കെ മുന്നേ എൻ്റെ ചേച്ചി കോമ്പിനേഷൻ്റെ സമയത്ത് മുന്നേക്ക് ഐ വെന്റ് ആൻഡ് ടോൾഡ് ഹർ ഐ എം സോ ഗ്ലാഡ് എനിക്ക് ചേച്ചിയുടെ സ്പേസസ് ഷെയർ ചെയ്യാൻ പറ്റി. സോ ബ്ലെസ് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിരുന്നു. ഐ വാസ് വെരി ഹാപ്പി ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. വെരി ഹാപ്പി ആൻഡ് ടെൻസ്ഡ്. എൻ്റെ നെർവസ്നെസ് ഒന്നും കുറച്ചൊന്നും ആയിരുന്നില്ല, ഭയങ്കര നെർവസ് ആയിരുന്നു. ചേച്ചി ആരാധകർ പറയുമ്പോൾ കൂടുതലായി സ്ത്രീകൾ ഭയങ്കരമായി ചേച്ചിയുടെ ഒരു ആരാധന കാണിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഇപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഏതെങ്കിലും മൊമെന്റ്സ് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെയുണ്ട്. എവിടെ ചെല്ലുമ്പോഴും ഇന്നും ഇവിടെ കുറച്ച് പേര് കാണാനൊക്കെ വന്ന് സ്നേഹം ഒരു എന്താ പറയുക, ഒരു മറയില്ലാതെയാണ്, തുറന്നാണ് സ്നേഹം കാണിക്കാറ് എൻ്റെ അടുത്ത്. അപ്പൊ അതെനിക്ക് വലിയ ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ ഇവിടെ ഒരു നടി എന്നുള്ള അങ്ങനെയൊന്നും അല്ല. മോളെ എന്നൊക്കെ വിളിച്ചിട്ട് ഓടി വരും, കെട്ടിപ്പിടിച്ച നെറ്റിയിൽ ഉമ്മ എന്നിട്ട് പോകും ചില അമ്മമാരൊക്കെ. അപ്പൊ അതൊക്കെ വലിയ ഭാഗ്യമാണ് എന്നുള്ള തിരിച്ചറിവുണ്ട് എനിക്ക്. അതിന് അങ്ങേയറ്റം വാല്യൂയോട് കൂടിയിട്ട് ഞാൻ ട്രഷർ ചെയ്യുന്നുണ്ട്. ഈ സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോൾ ചേച്ചി സൂക്ഷിക്കുന്ന ഫ്രണ്ട്ഷിപ്പും അങ്ങനെ തന്നെ തോന്നാറുണ്ട്. സിനിമയിലുള്ള സമയത്തും സിനിമയിൽ നിന്ന് മാറിയുന്ന സമയത്തും ഒക്കെ ചേച്ചി ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിപ്പോഴും കീപ്പ് ചെയ്യുന്നു. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ആ സൗഹൃദങ്ങൾ എങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും? സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് അത് അതിനൊരു എഫേർട്ടൊന്നും ഇട്ട് ചെയ്യുന്നതല്ല, സ്വാഭാവികമായിട്ട് അങ്ങ് നിലനിന്ന് പോകുന്നതാ. ഇപ്പൊ ചിലർ പറയും കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലതങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു പറയുന്നത്. അങ്ങനെ പോയാൽ അത് ഫ്രണ്ട്ഷിപ്പ് അല്ല എന്നുള്ളതല്ലേ. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എനിക്ക് അങ്ങനെ എപ്പോഴും ഒരു ടച്ചിൽ തന്നെ വേണം എന്നില്ല ഒരാളോട് സ്നേഹം കൂടാനും കുറയാനും ഒക്കെ. അത് തോന്നിയ സ്നേഹം ഓർഗാനിക്കായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടാവും. ശരിയെ സംബന്ധിച്ച് ഒരിക്കലും അഭിനയം ചിന്തിക്കാത്ത ഒരാൾ അഭിനയത്തിലേക്ക് വരിക, ഇതിൽ ഹോൾഡ് ചെയ്യാണ്. ഇപ്പോൾ ആർട്ട് മൂവിക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനൊരു ഡയറക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? അതെനിക്കറിയില്ല, ആഗ്രഹമുണ്ട്. പക്ഷെ അത് എപ്പോൾ സംഭവിക്കും, എങ്ങനെ സംഭവിക്കുന്നൊന്നും എനിക്ക് അറിയില്ല. ഇത്ര നാളും ഇങ്ങനെ പറയും എന്നാണ് എനിക്ക് ഡയറക്ഷൻ പറഞ്ഞ എളുപ്പമുള്ള പരിപാടിയിൽ. ഇപ്പോൾ അത് ഭയങ്കര മെച്യൂരിറ്റിയും ഭയങ്കര ഒരു ലെവൽ ഹെഡഡ്നെസ്സും ഒക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ആർട്ടിസ്റ്റിക് സെൻസിബിലിറ്റി മാത്രമല്ലല്ലോ, ഇത്രയും അധികം പൈസയും ഇത്രയും വലിയൊരു ടീമിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ ഈയിടെയായിട്ടാണ് എനിക്ക് അതിനുള്ളൊരു പേഴ്സണൽ മെച്യൂരിറ്റി വന്ന് തുടങ്ങിയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നി തുടങ്ങി. സോ ഹോപ്പ്ഫുള്ളി ലെറ്റ്സ് സീ. അതുപോലെ ഈ കാസ്റ്റിംഗ് ഡയറക്ഷനിലേക്ക് പോകുന്നത്, ഹൃദയത്തിലായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ വിനീതേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഭയങ്കരമായ ഒരു ആഗ്രഹമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹൃദയത്തിലേക്കും പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനീതേട്ടൻ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഫസ്റ്റ് ഫിലിം തൊട്ടുള്ള നമുക്കൊരു മെന്റർ ഫിഗർ പോലെ വന്നൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും തന്നെ റെസ്പെക്റ്റും അത്രയും തന്നെ ലവും ആഡറേഷനും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഹൃദയത്തിൽ അങ്ങനെ എനിക്കതിൻ്റെ ഭാഗമാകണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറയുന്നത് നിൽക്കുന്ന കാസ്റ്റിംഗ് ചെയ്ത അടിപൊളിയായിരിക്കും പുള്ളിയും കൂടെ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു എന്നുള്ളൂ. അല്ലാണ്ട് പിന്നെ അതൊരു കരിയർ ഓപ്ഷനായിട്ടോ അങ്ങനെയൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ചേച്ചി വിടുതല 2 വരാൻ പോവുകയാണ്, അതിൽ ചേച്ചി ഉണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. വളരെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ഫസ്റ്റ് പാർട്ട് അത്രയും ചർച്ചയാവുന്നു, സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ വരുന്നത്. അത്രയൊക്കെ തന്നെ ഉള്ളൂ വിശേഷം. അപ്പോൾ അതിൽ ഞാനും ഒരു ഭാഗമാണ്. ഷൂട്ടിംഗ് നടക്കുന്നേ ഉള്ളൂ, പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ അസുരന് ശേഷം വെറ്റുമാരൻ സാറിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ ഉള്ളൊരു ചാൻസ് കിട്ടി. അപ്പോൾ അതെ അതെ ഇപ്പോൾ ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ അതിൽ സേതു സാറിന്റെ കൂടെയാണ്.
എക്സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ മൊമെന്റ്? തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ള വെട്രിമാരൻ സാറിൻ്റെ സിനിമകളെല്ലാവരും നമ്മുടെ സിനിമയെ സ്നേഹിക്കുന്ന സിനിമ എന്തൂസിയാസ്റ്റ്സ് ഒക്കെ ഭയങ്കര ഈഗറായിട്ട് നോക്കിയിരിക്കുന്ന സിനിമകളാണ് വെട്രിമാരൻ സാറിൻ്റെ ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയ ഭാഗ്യം തന്നെയായിട്ട് കാണുന്നുണ്ട്. കാരണം എന്താ ചേച്ചി കാണുമ്പോൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് മനസ്സിൽ. പെട്ടെന്ന് കാണുമ്പോൾ അതൊക്കെ പുറത്തേക്ക് വരും. അതെപ്പോഴും ഞാൻ കാണുമ്പോൾ ആഗ്രഹിച്ചൊരു സിനിമയാണ്. എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ചേച്ചി കാണുമ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്. കന്മദം സിനിമ ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ പറയാണ് അതിൽ കന്മദത്തിലെ ഒരു സീനിൽ മഞ്ജു വാര്യർ ഇറങ്ങി വരുന്നത് ഈ പുലി കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു മോഡിലായിരിക്കണം ഇറങ്ങി വരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ചെയ്തൊരു ക്യാരക്ടറാണ്. പെട്ടെന്ന് പക്ഷെ ഒരു പുരുഷന്റെ മുന്നിൽ അവൾ ചൂളി പോവുകയാണ്. അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് പോകേണ്ടിയിരുന്നോ എന്ന് തോന്നിയിരുന്നില്ല, ഫീൽ ചെയ്തില്ല. കാരണം ഒരു സ്ത്രീ അങ്ങനെ പെട്ടെന്ന് ബോൾഡായ ഒരു സ്ത്രീ പെട്ടെന്ന് അങ്ങനെ അൺബോൾഡായി പോവുമോ, അങ്ങനെ ഒരു തോട്ട് പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ ഒരു പൊളിറ്റിക്സ് ഒക്കെ കാണിക്കാനുള്ള ഒരു മേഖലയായിട്ടൊന്നും സിനിമയെ കണ്ടിട്ടേ ഇല്ല. സംവിധായകനെയും അത് എഴുതിയ തിരക്കഥാകൃത്തിനെയും ഒക്കെ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ. അപ്പം അവർ ആ സിനിമയ്ക്ക് എന്താവശ്യമെന്ന് അവർ കരുതുന്നു. കന്മദത്തിലാണെങ്കിലും ഫുട്ടേജിലാണെങ്കിലും ഒക്കെ ഞാൻ അതിന് 200% കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കാറുമില്ല, ചിന്തിച്ചിട്ടുമില്ല, ഇനി ചിന്തിക്കാനും പോകുന്നില്ല. അപ്പൊ ചേച്ചി ഇപ്പോഴും ചേച്ചിയുടെ റോളുകളൊക്കെ എടുക്കുമ്പോൾ പഴയ റോളുകളൊക്കെ ആളുകൾ നോക്കി പോകുന്നു. കാരണം അസുരനിലെ ആ ഒരു റോള് വന്നപ്പോൾ ആളുകൾ പെട്ടെന്ന് കന്മദത്തിന്റെ റോള് വെച്ച് ഭയങ്കരമായിട്ട് കമ്പാരിസൺ നടത്തി. അത് ചേച്ചി ശ്രദ്ധിച്ചിരുന്നോ? പറഞ്ഞിരുന്നു. അത് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇപ്പോഴും ആളുകൾ അത് ശ്രദ്ധിക്കുന്നു, അതിലേക്ക് പിന്നെയും പോകുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ചെയ്ത സിനിമകളും ആ കഥാപാത്രങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഇനിയും അതേപോലെ ഇമ്പാക്റ്റ് ഉള്ള കഥാപാത്രങ്ങൾ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഫുട്ടേജിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു പ്രിൻസി. താങ്ക് യു.